ഫസ്റ്റ് വൺ ഇതല്ലേ? ഫസ്റ്റ് സ്ലൈഡ് ഫസ്റ്റ് നമസ്കാരം, ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചി കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ BPSC 142-ന്റെ 3 യൂണിറ്റ്സ് ആണ് കവർ ചെയ്യുന്നത്. അതോടുകൂടി ഈ ബുക്കിന്റെ കംപ്ലീറ്റ് ലെസൺസ് ഓവർ ആവുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ കൂടുതലായിട്ടും സെക്യൂരിറ്റി ഇഷ്യൂസും അതേമാതിരി നമ്മളുടെ ഡിഫൻസ്, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, അത് മാത്രമല്ല കോൾഡ് വാറിന് ശേഷം ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സിലൊക്കെ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പെർട്ടിക്കുലർലി ഇന്ത്യയുടെ നെയ്ബർഹുഡ്സിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയാണ് നമ്മൾ പരാമർശിച്ചത്. അപ്പൊ നമ്മള് ഇന്ത്യയുടെ ആംഡ് ഫോഴ്സസും ഏഷ്യയിൽ തന്നെ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സെക്യൂരിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസാർമമെന്റ് യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ 86-ൽ നമ്മൾ സെക്യൂരിറ്റിനെ പറ്റി വളരെ സീരിയസ് ആയിട്ട് മാറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കലായിട്ടോ മിലിറ്ററി അറ്റാക്ക്, അതേമാതിരി ഇക്കണോമിക്കൽ കോയിഷൻ, അതേമാതിരി ഒരു ഇഷ്യൂസ്. എപ്പോഴും സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഈ സുരക്ഷയുടെ പ്രത്യേകതരമായ ഗ്ലോബൽ ആയിട്ടുള്ള സുരക്ഷ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയേണ്ട കാര്യം വരുന്നത്. ഇവിടെ നമ്മൾ ഏതൊക്കെ മാനേഴ്സിലാണ് നമ്മളുടെ സുരക്ഷ നമ്മളുടെ രാജ്യത്തുള്ളവർക്കും നമ്മുടെ നെയ്ബേഴ്സിനും ചെയ്യുന്നെന്നുള്ളതും അതുമാതിരി തന്നെ യുണൈറ്റഡ് നേഷൻസിലെയും ഒപ്പത്തിനൊപ്പം പോവാണ്. അപ്പോൾ ഈ സ്റ്റഡീസ് പെർട്ടിക്കുലറായിട്ട് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ആദ്യം ട്രഡീഷണൽ ആയിട്ട് നോക്കുന്നത് നമ്മളുടെ മിലിറ്ററിയുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടും ഡിസിപ്ലിൻ, എങ്ങനെയാണ് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മുടെ ആർമീനെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ അപ്രോച്ച് ബാക്കിയുള്ളവരുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇതില് ആർമി മാത്രമല്ല സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നത്, ബാക്കിയുള്ള നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും ഇതിലുണ്ട്. അത് മാത്രമല്ല നോൺ മിലിറ്ററി നേച്ചറിൽ വരുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വരും, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരും, ഇൻഫെക്ഷ്യസ് ഡിസീസ് വരുന്നുണ്ട്, ഫുഡ് ഷോർട്ടേജ് വരുന്നുണ്ട്, ഇറഗുലർ മൈഗ്രേഷൻ വരുന്നുണ്ട്, അപ്പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരിക, ഡ്രഗ് ട്രാഫിക്കിംഗ് വരെ, സ്മഗിൾ, ഇതെല്ലാം നമ്മളുടെ ഈ സിനാരിയോ അല്ലെങ്കിൽ ഈ സിറ്റുവേഷന്റെ അകത്ത് സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ്. അപ്പൊ അതിനെ പറ്റി പരാമർശിച്ചു പോകുമ്പോൾ ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരായിട്ട് നടന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മള് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി ജനറൽ ഹൈ ലെവൽ പാനൽ ഡിസ്കഷൻസ് നടത്തിയിരുന്നു. അത് ചാലഞ്ചസും ചേഞ്ചസും 2004-ൽ 6 മേജർ ഏരിയാസ് ആണ് അവർ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് സാമ്പത്തികമായിട്ടും സോഷ്യലായിട്ടുള്ള, ഇന്റർ സ്റ്റേറ്റ്, പരസ്പരം സ്റ്റേറ്റ്, ഇന്റേണൽ ആയിട്ട് ഓരോ സ്റ്റേറ്റിന്റെ അകത്ത്, ന്യൂക്ലിയർ വെപ്പൺ, കെമിക്കൽ വെപ്പൺ, ബയോളജിക്കൽ വെപ്പൺ, ടെററിസം, ഇതൊക്കെ അതിൻ്റെ അകത്ത് വരുന്നു നമ്പർ 1-ല്. നമ്പർ 2-ല് വരുമ്പോഴത്തേക്ക് നമ്മൾ കോഓപ്പറേറ്റീവ് സെക്യൂരിറ്റി, ഇൻഡിവിജ്വലും നാഷണൽ ലെവലും, അതേമാതിരി റീജിയണൽ ലെവൽ, അതേമാതിരി ഇന്റർനാഷണൽ ലെവലില് ബൈലാറ്ററൽ ഇഷ്യൂസ്. ബൈലാറ്ററൽ എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് ബൈലാറ്ററൽ. മൾട്ടിലാറ്ററൽ എന്ന് വെച്ചാൽ ഒരേ സമയം തന്നെ 2-3 കൺട്രികളായിട്ടുള്ള കോമൺ ഡേഞ്ചേഴ്സ്, അതിനെ പറ്റി നമ്മൾ പരാമർശിച്ചിരുന്നു. അതേമാതിരി ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ കൺസേൺ ചെയ്യുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് പല ആംഗിളിൽ നിന്നാണ്. നമ്മളുടെ ട്രഡീഷണൽ കൺസേൺ ആണോ അല്ല നോൺ ട്രഡീഷണൽ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കി പോകുന്നത്. ഇനി ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഇന്ത്യയുടെ ലൊക്കേഷൻ കാരണം ചാലഞ്ചിങ് ആയിട്ട് വരുന്നത് സെക്യൂരിറ്റി എൻവയറമെന്റ്. ഇൻഡോ പസഫിക് റീജിയനിൽ ഇന്ത്യ സെൻട്രൽ ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാണ്. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും, അതേമാതിരി മാത്രമല്ല നമുക്ക് സീ ഉണ്ട്, പെനിൻസുല ആയതുകൊണ്ട് 3 സീ ഉണ്ട്. അപ്പൊ എല്ലാ വിധത്തിലും മേലെ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ഉണ്ടെങ്കിലും അവിടെ പാസസ് ഉണ്ട്, കൈബ പാസ്, ബൊലാൻ പാസ് ഉണ്ട്, ലാൻഡ് റൂട്ട് ഉണ്ട്, നമ്മൾ നേരത്തെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട് ചൈനീസ് സിൽക്ക് റൂട്ട്. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ ഇന്ത്യയുടെ ലൊക്കേഷൻ വളരെ സ്ട്രാറ്റജിക് ആണ്, സ്ട്രാറ്റജിക് ഇൻ ദ സെൻസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ പരിണാമങ്ങളും ഇന്ത്യയുടെ അടുത്തുള്ള കൺട്രികളായിട്ടുള്ള സെക്യൂരിറ്റി നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. ഇനി ഓരോ കൺട്രികളും തമ്മിലുള്ള ബൈലാറ്ററൽ ഇഷ്യൂസ്, ഓരോ ചൈനയും
ചൈനയുടെ ഇനിഷ്യേറ്റീവ് ഇക്കണോമിക് റീഫോംസ് അല്ലെങ്കിൽ അവരുടെ റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത് കാരണം ചൈന വളരെ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ ഡിഫൻസ് കൊണ്ടുവരികയും അത് കൊണ്ടുവന്നിട്ട് അവരുടെ മിലിറ്ററി പവർ കൂട്ടുകയും ചെയ്തു. അപ്പൊ ഈ മിലിറ്ററി പവർ കാരണം അവരുടെ പവർ പ്രൊജക്ഷൻ ചൈന വളരെ സ്ട്രോങ് ആണ്. അവരുടെ കപ്പാസിറ്റിയും അവരുടെ റീജിയണൽ പവേഴ്സും അവരുടെ ഗ്ലോബൽ ബാലൻസും അപ്പൊ എത്ര പെട്ടെന്ന് നമ്മളെക്കാട്ടി നേരത്തെ അവര് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് അത് അങ്ങനെ പവർഫുൾ ആയിട്ട് വന്നത്. ഇനി ബാക്കി റിലേഷൻഷിപ്പ്, ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ 62 ഒരു വാർ നടന്നിട്ടുണ്ട്. അത് ആ ഡോക്ലം സ്റ്റാൻഡ് ഓഫ് ഇഷ്യൂലാണ്. നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട് ഈ ഇഷ്യൂവിനെ. 2017 73 ദിവസം നടന്ന വാറിലും ഈ റീജിയനില്, അതായത് ഹിമാലയാസിന്റെ ഈ റീജിയനില്, ഇന്ത്യയുടെ റീജിയനില് 3 കൺട്രികള് ഭൂട്ടാൻ, ചൈന, ഇന്ത്യ, ഈ ബോർഡേഴ്സിൽ ഒരു ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷനിലാണ് ഈ വാറിന്റെ വരുന്നതും അതിനുശേഷം അത് സബ്സിഡി ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല ചൈന ഒരു റോഡ് ഇനീഷ്യേറ്റ് ചെയ്തു ബെൽറ്റ് കൂടെ, അതായത് ഈ സർഫസ് റോഡ് ഇനീഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് ഡെവലപ്പ് ചെയ്ത് റോഡ് ലാൻഡ് കണക്ട് ചെയ്താണ് പോകുന്നത്. അപ്പൊ ഈ പഴയ സിൽക്ക് റൂട്ടിന്റെ അതേ ഏരിയയിൽ കൂടെ കൊണ്ടുവന്നിട്ടാണ് ഈ ലാൻഡ് റൂട്ടിനെ കൊണ്ടുവരുന്നത്. കാരണം അങ്ങനെ ലാൻഡ് റൂട്ട് ഉണ്ടെങ്കിൽ അവരുടെ ടാങ്ക്സും അവരുടെ മിലിറ്ററി മൂവ്മെന്റിന് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത് ഒബ്ജക്റ്റ് ചെയ്തു. കാരണം ഇന്ത്യക്ക് അത് പ്രശ്നം വരും. കാരണം ഈ റൂട്ടിൽ കൂടെ അവരുടെ സാധനങ്ങൾ കൊണ്ടുവന്ന് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ത്യനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടും എന്നുള്ളതാണ് നമ്മൾ റേസ് ചെയ്ത ഒബ്ജക്ഷൻ. ഇനി ഇന്ത്യയും പാകിസ്ഥാനും റിലേഷൻഷിപ്പ് എങ്ങനെയാ നോക്കുമ്പോൾ പാകിസ്ഥാന്റെ ഇഷ്യൂന്റെ മേജർ ഇഷ്യൂ കാശ്മീർ ഇഷ്യൂ ആണ്. കാശ്മീർ ഓക്യുപ്പൈഡ് അവർക്ക് അവരുടെ കൺട്രോളിലാണെന്ന് അവര് പറയുമ്പോൾ നമ്മൾ പറയും ഇല്ല, നമ്മളുടെ കൺട്രോളാണ്. കാരണം നമുക്ക് ഡിവിഷൻ ടൈമില്, അതായത് 47 ഇന്ത്യ ഭാഗിക്കുന്ന സമയത്ത് കാശ്മീർ രാജാവ് ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യ കാശ്മീരിന്റെ ഭാഗമായിട്ട് മാറിയത്. അല്ലാണ്ട് അവർക്ക് ആ സമയത്ത് അവിടുത്തെ ഏതേത് പ്രിൻസിലി ക്ലാസ് ആണ് ആക്സെപ്റ്റ് ചെയ്യുക, എന്താ വേണ്ടാത്തതെന്ന്, അങ്ങനത്തെ ഒരു കാരണം കൊണ്ട് ഇപ്പോഴും അതിന്റെ ടൂറിസം ലെവലിൽ നോക്കുമ്പോൾ കാശ്മീർ ഈസ് വെരി, എന്താ പറയാ, വളരെ പ്രോമിനന്റ് ആണ്. അപ്പൊ ഇവർക്ക് ഇത് വേണം. രണ്ടാമത്തെ കാര്യം, അതിന്റെ ക്രോസ് ആയിട്ടുള്ള ബോർഡർ കൂടെ ടെററിസം കൊണ്ടുവരാനും അവര് എപ്പോഴും ഈ പാകിസ്ഥാനി ഗവൺമെന്റ് എന്താ പറയാ, അതിന് അവർക്കൊരു കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഈ മേജർ ഇഷ്യൂല്. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വരുമ്പോ ഇന്ത്യ എപ്പോഴും പാകിസ്ഥാനെ പറ്റി പറയുന്നത് കൂടുതൽ ഡിസ്റ്റർബൻസസ് ഇന്ത്യക്ക് തന്നുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് ഈ ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു ക്യാരക്ടറുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സമാധാനത്തിനെ കെടുത്തുകൊണ്ട് പോകുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ കൂടെ നമ്മൾ ഇക്കോണമിന്റെ കൂടെ തന്നെ നമ്മൾ മോസ്റ്റ് ഫേവർഡ് നേഷൻ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കൂടെയും കമേഴ്സ്യലി, അതായത് ബിസിനസ് കാര്യങ്ങള്, ട്രേഡ് കാര്യങ്ങളില് നമ്മൾ ഇത്രയൊക്കെ ട്രേഡ് ചെയ്താലും പാകിസ്ഥാന്റെ സിൻസിയറിറ്റി എത്രത്തോളം ഉണ്ട് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഓരോ ഡയലോഗ് സംസാരിക്കുമ്പോഴും അവരുടെ ആക്ടിവിറ്റി ഒന്ന് ഓക്കെ എന്ന് പറയും, പക്ഷെ പിന്നെയും അവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ അറ്റാക്ക് ചെയ്യും. അതിന്റെ വളരെ ദൃഷ്ടാന്തമായിട്ട് 2008 ബോംബെയിലെ ഹോട്ടൽ അറ്റാക്ക്, അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ സോൾജിയേഴ്സിനെ 2013 തലവെട്ടുക, പത്താൻകോട്ട് അറ്റാക്ക്, യൂറി അറ്റാക്ക് 2007, ഇതൊക്കെ അവരുടെ ഒന്ന് പറയും വേറൊന്ന് ചെയ്യും. പ്രാക്ടിക്കലി അവര് പറയുന്നത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തില്ല എന്നുള്ളതിന്റെ വിവരമാണത്. പിന്നെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമായിട്ടുള്ളത് ഈ ടെററിസമാണ്. ടെററിസത്തിന് ഒരു സ്റ്റേറ്റ് പോളിസി ആയിട്ടോ അല്ലെങ്കിൽ അതിനെ ഒരു മൾട്ടിലാറ്ററൽ ഇഷ്യൂ ആയിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഡിക്ലറേഷൻ വരുന്നുണ്ട്. 2017 ഡിക്ലറേഷൻ വരുമ്പോഴത്തേക്കും പാകിസ്ഥാന് ഒരു ടെറർ ഗ്രൂപ്പ്, അത് ലഷ്കർ തൈബ എന്നുള്ളതും ജഷീം മുഹമ്മദിന്റെ ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ട് കൺസേൺ ആണ്. പക്ഷെ റിലേഷൻഷിപ്പ് എപ്പോഴും ഈ ഇന്ത്യയുടെ സെക്യൂരിറ്റിനെ പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഈ പോളിസികൾ എപ്പോഴും നമുക്ക് നെർവസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്.
ഇനി നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് അറിയാം. അതിൽ ഗ്ലോബലൈസേഷൻ, ടെക്നോളജിക്കൽ റെവല്യൂഷൻ. ആ ടെക്നോളജിക്കൽ റെവല്യൂഷൻ വരുമ്പോഴത്തേക്ക് എക്കോണമിയും അതേമാതിരി ടെക്നിക്കലിയും പ്രോഗ്രസ് ആവും. ആ പ്രോഗ്രസ് കാരണം ചാലഞ്ചസ് പുതിയതായിട്ട് വരുന്നത് ഇൻഇക്വാളിറ്റിയാണ്. ഗ്രോയിങ് ഇൻഇക്വാലിറ്റി ഉണ്ട്. അതേമാതിരി നേഷന്റെ അകത്തും മാർക്കറ്റിന്റെ ഇഷ്യൂസ്, ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷനും, എൻവയറമെന്റ് ഒന്ന് താന്നു പോവുക, ഡിഗ്രേഡ് ചെയ്തു പോവുക, വെപ്പൺസ്, മാസ് വെപ്പൺ ഡിസ്ട്രക്ഷൻ, റാഡിക്കൽസ് ഉണ്ട്, ഫണ്ടമെന്റൽസ് ഉണ്ട്, ഹൈക്കേഴ്സ് ഉണ്ട്, ഹാക്കേഴ്സ് ഉണ്ട്. നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ പ്രോഗ്രാംസ് വരുമ്പോ അതിനെ ഹാക്കേഴ്സ് ഈ ഹാക്ക് ചെയ്ത മാറ്റേഴ്സ് ഹാക്കേഴ്സ് എടുക്കുമ്പോഴത്തേക്കും അതും ഒരു നാഷണൽ ലെവലിലെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. പിന്നെ കടൽ കൊള്ളക്കാരുണ്ട്, ടെററിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു നമ്മൾ സെക്യൂരിറ്റിനെ പറ്റി വളരെ സ്ട്രോങ് ആയിട്ട് ശ്രദ്ധ ചെലുത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഇനി ടെററിസവും എക്സ്ട്രീമിസം എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റിന്റെ മനസ്സിൽ വരുന്ന എക്സ്ട്രീം ഫീലിംഗ് ആണ്. അപ്പൊ ഇന്ത്യ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, പാകിസ്ഥാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ എല്ലാ പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നുണ്ട് പാകിസ്ഥാൻ ടെററിസത്തിനെയും എക്സ്ട്രീമിസത്തെയും, അതായത് വിദ്വേഷത്തിനെയും അവര് എൻകറേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ തൊട്ട് പറയുന്നുണ്ട്. ഇതിന് മൾട്ടി ഏജൻസി അല്ലെങ്കിൽ ഏത് വിധത്തിൽ നമുക്ക് അറ്റാക്ക് നോക്കാം. നാഷണൽ ലെവൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ വളരെ സ്ട്രീം ലൈൻ ആയിട്ട് നോക്കി കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അതിലേക്ക് അവരുടെ ഓഫീസുകൾ മൾട്ടി ഏജൻസി ഓഫീസ് വരിക്കുക, അതേമാതിരി ഓർഗനൈസേഷൻസ് കൊണ്ടുവരിക. 2008 ഭയങ്കര ഒരേ ടൈമിലായിരുന്നു ഭയങ്കര ബോംബ് അറ്റാക്ക് ഉണ്ടാവുന്നതും. ഇതില് നാഷണൽ ടെററിസം എന്നുള്ളതില് ആ സെന്ററിൽ കൂടെ ഷെയർ ചെയ്യുന്ന നമ്മൾ അപ്പപ്പോ കിട്ടുന്നുണ്ട്. ഒരു പ്രാവശ്യം ഓർമ്മയുണ്ട്, ഈ ശ്രീലങ്കൻ വഴി അവര് ചെറിയ കപ്പലുകൾ, ഫിഷിംഗ് ബോട്ടിന്റെ ലെവലിൽ ആൾക്കാർ വന്നിരുന്നു, അവരെ പിടിക്കാൻ പോയി. അവര് ആക്ച്വലി ഫിഷർമാൻ അല്ല, പക്ഷെ അതേസമയം ടെററിസ്റ്റ് ആയിരുന്നു. ഫിഷർമാന്റെ ഡ്രസ്സിൽ ഡിസ്ഗൈസിൽ വന്നവരാണ്. അപ്പൊ നമ്മളുടെ ഏജൻസികൾ വളരെ ശ്രദ്ധയോടെ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ മാരിടൈമിലുള്ള എല്ലാ വിധത്തിലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും പെട്ടെന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും ഭേദമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ബോർഡറിൽ നോക്കുമ്പോൾ, അതായത് നമ്മളുടെ ഇന്ത്യയുടെ ബോർഡറിൽ നോക്കുമ്പോൾ ബോർഡർ ഇഷ്യൂവും വളരെ സ്ട്രോങ് ആണ്. പാകിസ്ഥാൻ, ചൈന, ബർമ, ആ ഏരിയ മുഴുവനും ഭയങ്കരമായിട്ട് ത്രെട്ട് ഉണ്ട്. അതായത് ഡ്രഗ് ഡീലിംഗ്, ആംസ്, ആയുധങ്ങൾ, മനുഷ്യനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക് ചെയ്യുക. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മണി ലോണ്ടറിങ് ആണ് വരുന്നത്. ഈ ഡ്രഗ് കൊണ്ട് ചെറിയ യങ് ആയിട്ടുള്ള പിള്ളേരെ ആയിരിക്കും ഈ ഡ്രഗ് ഡീലിങ്ങിന് എടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഭ്രമത്തിൽ അവർക്ക് പൈസ കിട്ടാനുള്ള ഒരു ആഗ്രഹത്തിൽ അവരെ കൊണ്ട് ഇത് സെർവ് ചെയ്യിക്കുകയാണ്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാല് ആനിമൽസിലെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ കൂട്ടമായിട്ട് ആനിമൽസ് വരുമ്പോൾ നമുക്കറിയില്ല, അങ്ങനെ ഡ്രഗ് ക്രോസ് ദ ബോർഡറിൽ കൊണ്ടുവരാനായിട്ടും ആനിമൽസിനെ യൂസ് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനത്തെ വിധത്തിൽ പല വിധത്തിൽ ഈ ഡ്രഗ്സ് നാഷണൽ ലെവലിൽ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഡ്രഗ് ഡീലിംഗ് കാരണം ഇവിടത്തെ യൂത്തിന്റെ മെന്റൽ ഹെൽത്തും നശിക്കും. അപ്പൊ ഇതിനാണ് നമ്മൾ വളരെ കാര്യമായിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് ബോർഡറിൽ. അപ്പൊ നമ്മൾ ബോർഡർ പ്രൊട്ടക്ഷൻ അത് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, നമ്മളുടെ കപ്പൽ വഴിയോ കടൽ വഴിയോ വരാനും പാടില്ല എന്നുള്ളതും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി എനർജി സെക്യൂരിറ്റി. എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള എനർജി, ട്രേഡിന് എനർജി ഉണ്ട്, ബിസിനസ് എനർജി ഉണ്ട്. ഇതൊക്കെ വന്ന് സിവിയർ ആയിട്ട് നമ്മൾ മാക്സിമം ഓയിലാണ്. അപ്പൊ ഓയിലിന്റെ റെഗുലേറ്ററി ഫങ്ഷൻസും അതിന്റെ ഫ്ലക്ച്വേഷൻസും ഓയിൽ പ്രൈസസിന്റെ അപ്പ് ആൻഡ് ഡൗൺ, അതിന്റെ പ്രൈസസ് പൂൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതും നമുക്ക് പ്രശ്നങ്ങളായിട്ട് മാൻ പവറിൽ വരും, ഇൻഫ്രാസ്ട്രക്ചറിൽ വരും, ഫോസിൽ ഫ്യൂവൽസ് വരും. ഇതൊക്കെ കുറച്ച്
കൺട്രോൾ ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രമേ ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും നമ്മളുടെ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് കോള്, കൽക്കരി, എണ്ണ, നാച്ചുറൽ ഗ്യാസ്. അപ്പൊ ഇതാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളത്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇതിന് ആവശ്യമായ ഹൈഡ്രോ കാർബൺസ് ആവശ്യമുണ്ട്. അതേമാതിരി തന്നെ ഈ എനർജി, സെക്യൂരിറ്റി എനർജി നമ്മൾ അതിനെ സേവ് ചെയ്യാൻ വേണ്ടി നോൺ റിന്യൂവബിൾ പെട്രോളിയം പ്രോഡക്ട്സിന് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിന്യൂവബിൾ ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൺസപ്ഷൻ, ഇന്ത്യയുടെ ഓയിൽ കൺസപ്ഷൻ ഇപ്പോൾ 2045 ബില്യൺ ടൺസ് ആണ് സോഫാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കുറച്ചു കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ചുകൂടെ ഭേദമായിട്ട് എനർജി സേവ് ചെയ്യാൻ പറ്റും. നമ്മളുടെ സെക്യൂരിറ്റി ലെവലിലുള്ള എനർജി, നമ്മളുടെ നാച്ചുറൽ എനർജി സേവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറയാം. അപ്പൊ ഇവിടെ 25% ഇലക്ട്രിസിറ്റി നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ന്യൂക്ലിയർ പവറിലാണ് 2050 വരെ. അപ്പൊ നമ്മൾ ഇതിന് യുറേനിയം കൊണ്ടുവരണം. അപ്പൊ യുറേനിയം കൊണ്ടുവരികയും യുറേനിയത്തിന്റെ ഗ്രീൻ ഹൗസ് എമിറ്റിംഗ് ഹൈഡ്രോ കാർബൺസ് എടുത്തിട്ടാണ് ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, എൻവയറമെന്റിൽ നിന്ന് കോളിൽ നിന്ന് കിട്ടുന്നതും, കോൾ ഇന്ത്യയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കൂടെയും ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടെയും നമ്മൾ എൻവയറമെന്റൽ പ്രോബ്ലംസ് വരാണ്ട് ഉപയോഗിക്കാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, അതായത് വലിയ കോസ്റ്റ് ചെലവാക്കാണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. അതും കൂടാണ്ട് നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉണ്ട് സദേൺ സൈഡിൽ. അപ്പൊ ഈ കോൺട്രിബ്യൂഷൻ കൂടാണ്ട് നമുക്ക് ന്യൂക്ലിയർ പവർ ഉണ്ട്. ന്യൂക്ലിയർ പവർ അത് ഇന്ത്യയുടെ സെക്ടറിലും സ്ലോ ആണ്, ബട്ട് സ്റ്റിൽ നമ്മൾ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് എനർജി സേവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ന്യൂക്ലിയർ എനർജിയിലും എനർജി സെക്യൂരിറ്റി, നമ്മുടെ ഇൻക്രീസിങ് ആയിട്ടുള്ള കൺട്രിയുടെ എക്കോണമി ഡെവലപ്പ് ആവുമ്പോൾ അതനുസരിച്ചിട്ട് ഈ എനർജി കൂടുതൽ ആവശ്യം വരും. അപ്പോൾ കൂടുതൽ ആവശ്യം വരുമ്പോൾ നമ്മൾ സൗത്ത് ഏഷ്യൻ സ്റ്റേറ്റ്സ്, പ്രത്യേകിച്ചും ഇന്ത്യയും സീ ലൈൻസിൽ വഴിയും നാഷണൽ ലൈഫ് ലൈൻ വഴിയും ഒക്കെ നമ്മൾ മാർക്കറ്റിംഗ് കൂടെ ചെയ്ത് റിലയബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഒരു വിധത്തിലും ബ്ലോക്ക് ആകാണ്ടിരിക്കുക, എനർജി നഷ്ടപ്പെടാണ്ടിരിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ. ഇനി ഇതിന്റെയൊക്കെ കാരണം, റൂട്ട് കോസ് അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസും നമുക്ക് ആഗ്രഹങ്ങൾ കൂടുതലും, അപ്പൊ നമുക്ക് ഉള്ളതിനെക്കാട്ടി കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ റിസോഴ്സസിന്, ഉള്ള ലിമിറ്റഡ് റിസോഴ്സിനെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കുക. അതിന് നമ്മൾ 2 ആസ്പെക്ട് ആണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ സെക്യൂരിറ്റി, ഫ്യൂച്ചർ ഓയിൽ റിസോഴ്സിന് വേറെ രാജ്യങ്ങളിലും ഉണ്ടല്ലോ, അതും അതേമാതിരി തന്നെ ഇവിടെയും ഉണ്ട്, നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാണ്ട് സപ്ലൈ ചെയിൻസ് വഴിയും സ്ട്രക്ചറിങ്, അല്ലെങ്കിൽ വളരെ സേഫ് ആയിട്ട് വേറെ ഒരു വിധത്തിലും അതിനെ നശിപ്പിക്കാണ്ടും ഇന്ററപ്ഷൻ ചെയ്യാണ്ടും കൂടുതൽ മിസ്യൂസ് ചെയ്യാണ്ടും നോക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നത്തെ വരുന്നത് നമ്മളെ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി. അതായത് ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞ ശേഷം എല്ലാ ഡാറ്റയും ഇന്റർനെറ്റ് വഴി എടുക്കാൻ പറ്റും. അപ്പോൾ കമ്പനികൾ വലുതാവുന്നു, മൾട്ടിപ്പിൾ MNC കമ്പനികൾ വലുതാവുന്നു, അതേമാതിരി തന്നെ ഇന്റർനെറ്റിന്റെ എക്കോസിസ്റ്റം വലുതാവുന്നു. സൈബർ ക്രൈമും കൂടുതൽ നടക്കുന്നുണ്ട്. അപ്പോൾ സൈബർ ക്രൈം കൂടുതൽ നടക്കുമ്പോൾ ഈ ഡിജിറ്റലൈസേഷന് ശേഷവും ഈ സൈബർ ക്രൈംസ് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി വളരെ കാര്യമായിട്ട് ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കുകയും എക്സ്പോസ് ചെയ്യാതെ പേഴ്സണൽ ആയിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്യുക, എത്രത്തോളം കെയർഫുൾ ആയിട്ട് ആൾക്കാർക്ക്, നമ്മളുടെ ജനങ്ങൾക്ക് അതിനെപ്പറ്റി അറിവ് കൊടുക്കണം. അതേമാതിരി തന്നെ ഡാമേജസ് നടക്കാണ്ടിരിക്കാനും മിസ്യൂസ് ചെയ്യാണ്ടിരിക്കാനും കോയിനേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ മണി ട്രാൻസാക്ഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ ട്രിക്കി, സൈബർ ഇഷ്യൂ വളരെ ട്രിക്കിയാണ്. കാരണം മെജോറിറ്റി ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അപ്പൊ അവരെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളെ വളരെ കെയർഫുൾ ആയിട്ട് സൈബർ ഇഷ്യൂവിനെ പറ്റി, സൈബർ ക്രൈംസിനെ പറ്റി ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കുകയും ഗ്ലോബൽ വാർണിംഗ് കൊടുക്കുകയും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഇതിനെ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇനി ഈ സെക്യൂരിറ്റി ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് USA-യും ചൈനയുടെയും ഹയസ്റ്റ് ടേംസിലാണ്. ഇന്ത്യ തേർഡിൽ നിൽക്കുന്നുണ്ട് ഈ ഇന്റർനെറ്റ് യൂസില്. ചൈനയും US ആണ് കൂടുതൽ. അപ്പൊ ഇന്ത്യ 3ാമത്തെ ലെവലിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ 3ാമത്തെ ലെവലിൽ നിൽക്കുമ്പോൾ ബാക്കിയുള്ള കൺട്രികളും ഒപ്പം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഹയസ്റ്റ് നമ്പർ ക്രൈംസ് എവിടെ ഡിറ്റക്ട് ചെയ്യുന്നോ എവിടെ കണ്ടുപിടിക്കുന്നോ അതിനെ അറ്റാക്ക് ചെയ്യാനും അതിന് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനും സിസ്റ്റമാറ്റിക് ആയിട്ട് ബ്ലോക്ക് ചെയ്യാനും അതൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2017 ഫേസ്ബുക്കിൽ നിന്ന് എല്ലാ മാറ്റേഴ്സും എടുക്കാൻ പറ്റുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളെ ബാങ്കിങ് സിസ്റ്റത്തിന് എഫക്റ്റ് ആവും, സർവൈലൻസ് സിസ്റ്റത്തിന് എഫക്റ്റ് ആവും, ഇൻഡസ്ട്രിയൽ കൺട്രോൾഡ് സിസ്റ്റത്തിന് എഫക്റ്റ് ആവും, മെഡിക്കൽ ഇൻഡസ്ട്രീസിന് എഫക്റ്റ് ആവും. കാരണം ഇതുകൊണ്ട് പെട്ടെന്നായിരിക്കും വൈറസ് കയറുക, പെട്ടെന്ന് അതിന്റെ സിസ്റ്റം കംപ്ലീറ്റ് സ്പോയിൽ ആയിപ്പോ. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും അതിൽ എങ്ങനെ അതിനെ ഒബ്ജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അതിനെ തടുക്കാം എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് ഗ്യാദർ സ്പേസ് കണ്ടുപിടിച്ച് അതുവഴി ഒരു വലിയ ലെവലിൽ ഈ സൈബർ സെക്യൂരിറ്റി നമ്മൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ഇൻഫർമേഷൻ ആക്ട് 2000 നമ്മൾ ആ സൈബർ ക്രൈം കണ്ടുപിടിച്ചാൽ ഡിജിറ്റൽ കോമേഴ്സിൽ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പെട്ടെന്നുള്ള ഇൻഫർമേഷൻ എല്ലാവർക്കും കൊടുക്കുക, സ്റ്റോപ്പ് ചെയ്യുക. ഇന്ത്യ ഇപ്പൊ 23ാമത്തെ UN ഗ്ലോബൽ സൈബർ ഇൻഡെക്സിലേക്ക് കൊണ്ടുവന്ന് 2017 കൊണ്ടുവന്ന് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ റീസെന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റിയിൽ ഈ റീസെന്റ് സ്റ്റേജസില് സൈബർ സെക്യൂരിറ്റിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഡിജിറ്റൽ ഏജിൽ ഇന്ത്യ ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും ഈ സിസ്റ്റം കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ ഇതിൽ നമ്മൾ ഇത്രത്തോളം പൊളിറ്റിക്കലായിട്ടും ഇൻവോൾവ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്, കോമ്പറ്റീഷൻസ് കൊണ്ടുവരുന്നുണ്ട്, കോണ്ടസ്റ്റേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ ഗ്ലോബൽ ഇഫക്റ്റീവ് ഡിപ്ലോമസി വഴിയും നമ്മൾ ഈ മെഷേഴ്സ് എടുത്ത് അല്ലെങ്കിൽ ഈ ഡയലോഗ് മൾട്ടിലാറ്ററൽ ലെവലിലോ അല്ലെങ്കിൽ ബൈലാറ്ററൽ ലെവലിലോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ സ്റ്റെപ്പും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഗ്ലോബൽ ആയിട്ടുള്ള സെക്യൂരിറ്റി എൻവയറമെന്റ് നമുക്ക് എല്ലാം വേണമല്ലോ. അതിനെപ്പറ്റി നമ്മൾ നാഷണൽ ലെവലില്, റീജിയണൽ ലെവലില്, ഗ്ലോബൽ ലെവലിലും നമ്മൾ ഇതിനെപ്പറ്റി എടുത്തെടുത്ത് പരാമർശിക്കുന്നു. ഇതോടുകൂടി ചാപ്റ്റർ 13 തീരുകയാണ്. ചാപ്റ്റർ 14 നമ്മൾ ഇത് തന്നെ എൻവയറമെന്റൽ കൺസേൺസ് ആണ് വരുന്നത്. ഇവിടെ എൻവയറമെന്റൽ വരുമ്പോഴത്തേക്കും നമ്മളുടെ ബൗണ്ടറി വേൾഡിന്റെ ബൗണ്ടറിയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കലായിട്ട് ഇക്കണോമിക്കലായിട്ട് ഇന്ററാക്ഷൻസ് കൂടുതൽ നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നിട്ട് ടെക്നോളജിയും ഇന്നോവേഷനും, അതായത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ ബിസിനസ്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ എൻവയറമെന്റലിസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഉപദ്രവിക്കാണ്ട് അല്ലെങ്കിൽ എൻവയറമെന്റിനെ ഡിസ്ട്രോയ് ചെയ്യാണ്ട് ബിസിനസ് ചെയ്യുക. അതിൽ കൂടി ഗ്ലോബലൈസേഷനിൽ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ അവർക്ക് ലിബറൽ ആയിട്ടുള്ള ബിസിനസ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ്. ഗ്രീൻ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. സമുദ്രങ്ങളാകട്ടെ മലകളാകട്ടെ എല്ലാം നേച്ചറിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ബിസിനസ് ചെയ്യുക, അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ വഴി നോക്കുന്നത്. അതേമാതിരി കാർബൺ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിനെ വരുത്തിക്കാണ്ടിരിക്കുക. കാരണം ഈ കാർബൺ എൻവയറമെന്റ് കാർബൺ ഡാമേജസ് വന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ ആയിട്ടുള്ള ഹോൾസ് വരും. അപ്പോൾ അവിടെ നമുക്ക് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരും എന്നുള്ളത് അവയർനെസ് എല്ലാവർക്കും ആൾക്കാർക്ക് കുട്ടികൾ ചെറിയ ക്ലാസ് തുടങ്ങി നമ്മളിപ്പോൾ എൻവയറമെന്റൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഫ്യൂച്ചർ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ആവശ്യമില്ലാണ്ട് അനാവശ്യമായിട്ട് എൻവയറമെന്റിനെ ഡാമേജ് ചെയ്യാണ്ട് പ്രോഗ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ഇതേമാതിരി ഓയിൽ സ്പില്ല്, സമുദ്രത്തിൽ ഓയിൽ സ്പില്ലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്രോളിയം സ്പില്ലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻവയറമെന്റൽ പ്രോബ്ലംസ് ആണ് വരിക. കാരണം കടലിലുള്ള ജീവികള്, കടലിലുള്ള ജന്തുക്കള്, കടലിൽ ജീവിക്കുന്ന ജലാംശങ്ങൾ അതിനൊക്കെ എഫക്റ്റ് ആവും. അതേമാതിരി തന്നെ മനുഷ്യനും അത് എഫക്റ്റ് ആവും. അതിന്റെ പരിണാമമായിട്ട്
ഹെൽത്ത് നശിക്കും. ഹെൽത്ത് നശിക്കുമ്പോഴത്തേക്കും ജനങ്ങളുടെ ലിവിങ് സ്ട്രാറ്റജിയും കുറഞ്ഞു പോകും എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞ വിഷയങ്ങളാണ്. ഇനി കൺസംഷൻ എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാം, ഏത് കാരണം കൊണ്ട് എത്രത്തോളം കുറച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മരങ്ങൾ വെട്ടിയുണ്ടാക്കുക, ക്ലൈമറ്റ് ചേഞ്ച് വരിക, പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, അല്ലെങ്കിൽ നോയിസ് പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഇങ്ങനെ പല വിധത്തിലുള്ള പൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഈ പൊല്യൂഷൻ കാരണം എത്രത്തോളം ഇന്റർനാഷണൽ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്, റിസോഴ്സസ് ഉണ്ടാവുന്നുണ്ട്. ഓരോ വാർ ഇപ്പൊ നമ്മളുടെ റഷ്യയിലെ യുക്രൈനിലെ വാർ കണ്ടു. എത്ര പൊല്യൂഷൻ ആയിരിക്കും ഈ ഓരോ ബോംബിലും ബ്ലാസ്റ്റിങ്ങിലും വരുമ്പോൾ. അത് മുഴുവൻ എഫക്റ്റ് ആകാൻ പോകുന്ന നേച്ചറെയാണ്. ആ നാച്ചുറൽ റിസോഴ്സസ് ആണ് വളരെ ഡീപ്പായിട്ട് എഫക്ട് ചെയ്യുക. ഇത്രയും നാച്ചുറൽ റിസോഴ്സ് ഉണ്ടായി വരാൻ എത്ര യുഗങ്ങൾ കഴിഞ്ഞിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അതിനെ നശിപ്പിക്കാൻ എളുപ്പം പറ്റുന്നുള്ളത് വളരെ വിത്തിൻ സെക്കൻഡ്സ് ആയിരിക്കും അത് നശിക്കുക, പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കഴിയുന്നിടത്തോളം വാർ ഉണ്ടാവാണ്ടോ, ക്ലൈമറ്റ് ചേഞ്ചിനോ, ഡിഫോറസ്റ്റേഷൻ ചെയ്യാണ്ടോ, പൊല്യൂട്ട് ചെയ്യാണ്ട്, എത്രത്തോളം പൊല്യൂട്ട് ചെയ്യാണ്ട് എർത്തിനെ എത്രത്തോളം നമുക്ക് എർത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എർത്തിന്റെ എക്സിസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഏജൻസീസ് എല്ലാവരും ഇത് തന്നെയാണ് ഇപ്പൊ പറയുന്നത്. പ്രൊട്ടക്ട് ചെയ്യുക, എൻവയറമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, എൻവയറമെന്റിന്റെ റിനോവേഷൻ ചെയ്യുക, അല്ലെങ്കിൽ എത്രത്തോളം അതിനെ നശിച്ചു പോവാണ്ട് അതിനെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എനർജി കണ്ടുപിടിക്കുക, അത് ഉപയോഗിക്കുക, ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ വളരെ പ്രാധാന്യം കൊടുത്ത് ഇപ്പൊ സോളാർ എനർജി ഉണ്ട്, വേവ് എനർജി ഉണ്ട്, തെർമൽ എനർജി ഉണ്ട്, വിൻഡ് എനർജി ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ കഴിയുന്നിടത്തോളം ഇലക്ട്രിസിറ്റിയും കുറച്ച് ഉപയോഗിക്കുക, ഓയിലും കുറച്ച് ഉപയോഗിക്കുക, പല മെത്തേഡ്സും ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മളുടെ ജനതകൾക്കും അവിടെ നമ്മളുടെ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഇതിനെപ്പറ്റി പരാമർശിച്ചും ഇൻ സർവീസ് കൊടുത്തും അല്ലെങ്കിൽ മോട്ടിവേഷണൽ ക്ലാസ്സസ് കൊടുത്തൊക്കെയാണ് നമുക്കിത് കുറച്ച് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഇനി ഗ്ലോബലൈസേഷനും എൻവയറമെന്റും എന്താന്ന് നോക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈലില് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അത് ബേൺ ചെയ്തെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഗ്ലോബലായിട്ട് കൂടുതൽ ഫാക്ടറിയിൽ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസ് ആണ് ഉണ്ടാക്കുന്നത്, ഡിസ്കാർഡിങ്, പൈലിംഗ് അപ്പ് ഇലക്ട്രോണിക് ഐറ്റംസ്, ഇതൊക്കെ വന്ന് അക്യുമുലേറ്റ് ആകുന്ന മാലിന്യം എന്നാ പറയാം. ആ മാലിന്യം എങ്ങനെ അക്യുമുലേറ്റ് ആയിക്കഴിഞ്ഞാൽ അതൊക്കെ നശിച്ചു വരാൻ വർഷങ്ങളോളം എടുക്കും. അപ്പോൾ അതിന്റെ പരിണാമമായിട്ട് വരുന്നത് മുഴുവനും പ്രശ്നങ്ങളായിരിക്കും. ഇതിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നതും. ഇതിനെ ഈ കൺസ്യൂമർ എന്നുള്ള ലെവലില് ഒരു എനർജി ഉപയോഗിക്കുന്ന ആള്, അതാണ് കൺസ്യൂമർ. അങ്ങനെ നമ്മൾ അത് എത്രത്തോളം നമ്മൾ കുറച്ച് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ ഇതിനെ പറ്റിയുള്ള എല്ലാ പരാമർശങ്ങളും ചെയ്ത് അവർക്ക് വേണ്ട വിധത്തിൽ ജ്ഞാനം കൊടുക്കുകയും ചെയ്യണം. ഇത് കൂടാണ്ട് എത്രത്തോളം ട്രാൻസ്പോർട്ടേഷനിൽ നമ്മളുടെ ഇപ്പോൾ ഓരോ കാര്യങ്ങളിലും ട്രാൻസ്പോർട്ടേഷൻ വണ്ടികൾ റോഡിൽ ഇറക്കുമ്പോൾ, അതേമാതിരി തന്നെ വെഹിക്കിൾസ് ലാൻഡ് വഴി ആയിക്കോട്ടെ, കടൽ മാർഗമായിക്കോട്ടെ, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്ക് മൂവ്മെന്റ് പോകുമ്പോഴും ഇതിന്റെ പരിണാമങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എനർജിയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ എനർജി റിന്യൂവബിൾ റിസോഴ്സസിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. അതേമാതിരി വേസ്റ്റ്, എത്രത്തോളം നമ്മൾ വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നോ ആ വേസ്റ്റിൽ നിന്നും എങ്ങനെ എനർജിയാക്കി കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡംപ് ചെയ്ത് കടലിൽ കൊണ്ടുപോയി ഡംപ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, കടലിന്റെ ജീവജാലങ്ങളെ അത് എഫക്റ്റ് ആവും. അപ്പൊ അത് കുറച്ച് നിൽക്കുക. കൂടുതലായിട്ടും
പ്ലാസ്റ്റിക്സിന്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല. കാരണം അതിന്റെ പ്ലാസ്റ്റിക്സിന്റെ ഡിഫക്ട്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കൂടുതലും ഓർഗാനിക് ആയിട്ട് കൊണ്ടുപോകാം, കൂടുതൽ അതിന് ഉപയോഗിക്കാണ്ട് നേച്ചറിനെ സപ്പോർട്ട് ചെയ്ത് നേച്ചറിന്റെ ടോക്സിക് വേസ്റ്റ് വരുത്താണ്ട് നോക്കിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് പറയുന്നതിന്റെ അർത്ഥം. ഇനി പ്ലാസ്റ്റിക് യൂസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് എത്രത്തോളം പാക്കിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പാക്കിങ്ങിന് ഉപയോഗിക്കുന്നു. ഇത് എന്താ പ്രശ്നം വെച്ചാൽ ഇത് ബയോഡിഗ്രേഡബിൾ ആണ്, നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. അപ്പോ ഡിഗ്രേഡ് ആയി വരാൻ കുറെ സമയം എടുക്കും. ഇനി അതിട്ട് കത്തിച്ചാലും അതിൽ നിന്ന് വരുന്ന പുക നമ്മൾക്ക് ഇൻജൂറിയസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെ കഴിയുന്നിടത്തോളം ഉപയോഗിക്കാണ്ടിരിക്കുക. ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന് വേണ്ടത് ഏത് വിധത്തിൽ റീയൂസ് ചെയ്യാൻ പറ്റും, മനുഷ്യരാശിക്ക് ഉപദ്രവമില്ലാത്ത വിധത്തിൽ എങ്ങനെ അതിനെ റീയൂസ് ചെയ്യാം, റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ മേജർ കൺസേൺ. എൻവയറമെന്റിന്റെ പ്രത്യേകമായിട്ട് ഇത് പ്ലാസ്റ്റിക്കിന്റെ യൂസ് ആണ് നമ്മൾ പറയുന്നത്. ഇനി എൻവയറമെന്റിലും എഫക്ട്സ്, ഗ്ലോബലൈസേഷനിൽ വരുന്ന എഫക്ട്സ് നോക്കുമ്പോൾ 2 ടൈപ്പ് എഫക്ട്സ് വരുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് എമിറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? എമിഷൻസ് ആണ്, പുക വരിക. അതേമാതിരി എൻവയറമെന്റൽ ഡാമേജസ് വരിക, ഓരോന്നിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴും. അതേമാതിരി ഫിസിക്കൽ മൂവ്മെന്റ്, എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളും വോളിയം കൂടുതലാണ്, എമിഷൻസും അതേമാതിരി ഫോസിൽ ഫ്യൂൽ നിന്ന് കൂടുതലായിട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണ്. ഇത് ഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഗ്രോത്ത്, ഫോറിൻ ഗ്രോത്ത് അല്ലെങ്കിൽ ട്രേഡ് കൂടുതലായി, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും കൂടുതലായി, ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഇനി ഇതിനെ തന്നെ ഇൻഡയറക്റ്റ് ഇഫക്റ്റിനെ തന്നെ നേരത്തെ പറഞ്ഞത് ഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പരിണാമത്തിന് 3 കാറ്റഗറിയിൽ നമ്മൾ വിഭജിക്കുന്നുണ്ട്. ഒന്ന് കോമ്പസിഷൻ എന്ന് വെച്ചാൽ കൂട്ടിയുണ്ടാക്കുക, സ്കെയിൽ എടുക്കുക, അല്ലെങ്കിൽ ടെക്നിക് എഫക്ട്സ്. അപ്പൊ ഈ സ്കെയിൽ എഫക്ട്സിൽ വരുമ്പോ ഗ്ലോബൽ ഇതില് എത്രത്തോളം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, എലൊക്കേഷൻ റിസോഴ്സസ് നിന്ന് വേറെ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ റിസോഴ്സസ് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് അലൊക്കേഷൻസ് കൊടുത്തെടുക്കാൻ പറ്റും. പിന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ട് കൺട്രികളിൽ അല്ലെങ്കിൽ ഫാക്ടറികളിൽ വരുന്ന പൊല്യൂഷൻ എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും വിധത്തിൽ തിരിച്ചു മറിച്ച് വേറെ വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കുക. പിന്നെ കോമ്പസിഷൻ നോക്കുമ്പോൾ ഇതില് ഈ കോമ്പസിഷനെ ട്രേഡിൽ നമ്മൾക്ക് ഇൻഡസ്ട്രിയൽ കോമ്പസിഷൻ ചേഞ്ചസിൽ എന്ത് വിധത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഏലൂർ ഭാഗത്ത് ഒരുപാട് ഇൻഡസ്ട്രികൾ ഉണ്ട്. ആ ഏലൂർ ഭാഗത്തുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വായുവിൽ വരുന്ന പുക അവർക്കൊക്കെ ലങ് പ്രോബ്ലംസ് വരുന്നുണ്ട്. വെള്ളത്തിലേക്ക് പെരിയാറിലേക്ക് ഇറക്കുന്ന അവരുടെ ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൽ ഫാക്ടറിയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ വെള്ളത്തിനെയും റിവറിന്റെ ചുറ്റുമുള്ള കിണറ് എല്ലാം നശിച്ചു പോവുകയാണ്. അപ്പൊ അതെന്ത് പറ്റും? നാച്ചുറലായിട്ട് മനുഷ്യരാശിയുടെ ഹെൽത്തിനെയും അതേമാതിരി മൃഗങ്ങളുടെയും അതേമാതിരി തന്നെ പ്ലാന്റ്സിന്റെയും ആരോഗ്യത്തിന് അത് അഫക്റ്റ് ചെയ്യുന്നു. അപ്പൊ എത്രത്തോളം നമുക്ക് ഈ കുറച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഇനി ടെക്നിക് ഇഫക്റ്റിൽ നോക്കുമ്പോൾ ഈ ടെക്നിക് ഇഫക്റ്റ് വഴി നമ്മൾ പൊല്യൂഷൻ, ഫാക്ടറിയിൽ നിന്നും വീടുകളിൽ നിന്നും വരുന്ന പൊല്യൂഷൻ കുറയ്ക്കുക, ചാനൽസ് വഴി റെഗുലേഷൻസ് കൊണ്ടുവരിക. അപ്പൊ റെഗുലേഷൻസ് കൊണ്ടുവന്നാൽ മാത്രമല്ല അതിനെ കാര്യമായിട്ട് പ്രാക്ടിക്കലായിട്ട് നടത്തിക്കൊണ്ടുവരണം. ഒരു റൂൾ അടിച്ച് ഒതുക്കിയാൽ മാത്രം പോരാ, അതിനെ പരിപാലിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം. അതുകൂടാണ്ട് പൊളിറ്റിക്കലായിട്ട് ഇൻകം എന്തായാലും ശരി, പൊളിറ്റിക്കലായാലും ശരി, റെഗുലേഷൻസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ റിയാക്ഷൻ ആണ്. എത്രത്തോളം ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നോ അപ്പൊ അത്രത്തോളം കുറയും. ഇപ്പൊ നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ, ഞാൻ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന സമയം കോവിഡ് കാലഘട്ടത്തിൽ പെട്ടെന്ന് നമുക്ക് ബാംഗ്ലൂരിൽ ഒരു
മോർണിംഗിൽ ഒരു പെർട്ടിക്കുലർലി സിൽക്ക് സെന്റർ എന്നൊരു ഏരിയ ഉണ്ട്, ഭയങ്കര പൊല്യൂഷൻ ആയിരിക്കും, എയർ പൊല്യൂഷൻ. പക്ഷെ കോവിഡ് കാലഘട്ടത്തിൽ വെഹിക്കിൾസ് ഒന്നും പുറത്തേക്ക് ഇറങ്ങാണ്ടിരുന്നപ്പോൾ ആ എയറിന്റെ ക്വാളിറ്റി എയറിന്റെ ശുദ്ധവായുവിന്റെ ക്വാളിറ്റി കൂടുതലാവുകയും അതേമാതിരി തന്നെ അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം നമ്മളാണ് ഈ എൻവയറമെന്റിനെ നശിപ്പിക്കുന്നത് എന്നുള്ളതല്ലേ. പിന്നെ നമ്മള് അതിനെ പൂൾ ചെയ്ത് പോവുക, ഒരേ സ്ഥലത്തേക്ക് 10 വെഹിക്കിൾ പോകുന്നത് പൂൾ ചെയ്ത് പോവുക, അങ്ങനത്തെ ടെക്നിക്കല് ഇഫക്റ്റ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇതിന് ഒരു വ്യത്യാസം കാണാൻ പറ്റും. മനുഷ്യർക്ക് ഒന്ന് ഒപ്പം ജീവജാലങ്ങളുടെ ഒപ്പം തന്നെ മനുഷ്യനും ടെക്നോളജിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് നമ്മളുടെ എൻവയറമെന്റിനെ സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ എയർപോർട്ടിലുണ്ടല്ലോ സോളാർ സിസ്റ്റം, എനർജി സേവ് ചെയ്യുന്നു. അവര് എനർജി ഓഫീസിലേക്ക് എയർപോർട്ടിലേക്ക് വേണ്ടത് മുഴുവൻ എടുത്ത ശേഷം പുറത്തേക്ക് വിൽക്കുകയാണ്. അത് കാണാനായിട്ട് പുറത്തുനിന്ന് ആൾക്കാര്, നൈജീരിയയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് നമ്മളുടെ വേൾഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് കൊച്ചിൻ എയർപോർട്ട്. അതാണ് അവരുടെ എനർജി മുഴുവൻ, അവർക്ക് വേണ്ട എനർജി അവരുടെ ഗ്രൗണ്ടിൽ നിന്ന് അവർ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവർ എക്സസ് ആയിട്ട് വരുന്നത് സപ്ലൈ ചെയ്യുന്നു, പുറത്തേക്ക് സെയിൽ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു എക്സാമ്പിൾ ആണ്, ഇന്ത്യയുടെ നോബൽ തോട്ടിന്റെ എക്സാമ്പിൾ ആണ്. കുര്യൻ സാറിന് നേരിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതിനെ. കാരണം അങ്ങനത്തെ നല്ല നല്ല ആഗ്രഹങ്ങളും നല്ല നല്ല ആശയങ്ങളും രാശിയിൽ ഉണ്ടാവുകയും അതിനെ നാട്ടിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും വേണം. ഇനി ഗ്ലോബൽ എൻവയറമെന്റൽ ഇഷ്യൂസിന്റെ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ക്ലൈമറ്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. ക്ലൈമറ്റ് ഇങ്ങനെ വേരിയേഷൻ വരുമ്പോൾ ആ ക്ലൈമറ്റിന്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് എക്കോണമിനെയും പിടിക്കും, എക്കോളജിനെയും പിടിക്കും. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണേണ്ട കാരണം ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നത് തന്നെ എത്രത്തോളം എൻവയറമെന്റൽ പ്രോബ്ലംസ് ഉള്ളപ്പോഴാണ് ക്ലൈമറ്റ് ചേഞ്ചസ് വരിക. കൂടാണ്ട് ക്ലൈമറ്റ് ചേഞ്ചസിന്റെ കൂടുതലായിട്ടുള്ള ഭാഗങ്ങൾ, അതായത് ഇപ്പൊ നമ്മൾ കോട്ടയം ഭാഗത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഖനികൾ അല്ലെങ്കിൽ മരങ്ങൾ അല്ലെങ്കിൽ മലകൾ തട്ടി എടുക്കുമ്പോൾ, മരങ്ങൾ ഈ ഉടച്ചെടുക്കുമ്പോൾ മെറ്റലിന് വേണ്ടിയിട്ട് അവർ പാറകൾ ഉടച്ചെടുക്കുമ്പോഴത്തേക്ക് ഭൂമിയുടെ സ്ലേറ്റ് അല്ലെങ്കിൽ അതിന്റെ ഷെയ്ക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എന്ത് പറ്റും, അവിടെ ആ ഭാഗങ്ങളിൽ മല റേഞ്ചസിൽ പിന്നെ വെള്ളം കൂടെ വരുമ്പോഴത്തേക്കും ഉരുൾപൊട്ടാനും ജീവിതങ്ങൾ നശിക്കാനും ഉള്ള ചാൻസസ് ഉണ്ടാവും. അപ്പോൾ കൂടുതലായിട്ടുള്ള ഈ ദുരുപയോഗം എന്നാ പറയാം നേച്ചറിനെ. നമ്മൾ സുനാമി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസാസ്റ്റർ ആയിട്ട് നാച്ചുറൽ ഡിസാസ്റ്ററിനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്ലൈമാറ്റിക് ഡിസാസ്റ്റേഴ്സ് നമ്മൾ പറയുമ്പോൾ കത്രീന എന്നുള്ള ഒരു ചുഴലിക്കാറ്റ് USA ഉണ്ടായി, സുനാമിയിൽ ഉണ്ടായി, ഈ സൗത്ത് ഏഷ്യയില് എർത്ത് ക്വേക്ക് അഫ്ഗാനിസ്ഥാനിലുണ്ടായി. ഇതിന്റെയൊക്കെ ബേസിക് കാരണം കൂടുതലായിട്ടുള്ള നേച്ചറിനെ അല്ലെങ്കിൽ ഭൂമിനെ ഉപദ്രവിക്കുക, കൂടുതലായിട്ട് ഉപദ്രവം ഡിഗിങ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനത്തെ വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇനി കയോട്ടോ പ്രോട്ടോകോൾ എന്താ പറയുന്നത് വെച്ചാല് ഈ UN കോൺഫറൻസ് നടക്കുന്നു. അത് എവിടെ നടക്കുന്നത്? സ്റ്റോക്ക്ഹോം, സ്വീഡനിലെ 72 ഈ എൻവയറമെന്റിന്റെ ഫസ്റ്റ് കോൺഫറൻസ് ആണ്. ആ കോൺഫറൻസ് വഴി നമ്മൾ അഡോപ്ഷൻ ചെയ്തത് വളരെ ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഗ്ലോബൽ ആയിട്ടുള്ള കോമൺ കോസ് ആണ്. ഇപ്പൊ ഇത് ഇന്ത്യക്ക് മാത്രമല്ല എഫക്ട് ആവുന്നത്, എല്ലാ രാജ്യത്തിനും ഇത് ഗ്ലോബലായിട്ട് കയറുന്നു. ഈ എൻവയറമെന്റൽ പ്രോബ്ലംസ് അതിനെ ഗ്ലോബലായിട്ട് കൊണ്ടുവന്ന് ഗ്ലോബലായിട്ട് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഒപ്പം നിന്ന് അതിനെ എതിർക്കാനും അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാനും ക്ലൈമറ്റ് ചേഞ്ചിനെ മാറ്റാനും നമ്മൾ കളക്റ്റീവായിട്ട് ഒരുമിച്ച് കൂട്ടായ്മയിൽ കൂടെ അതിന്റെ ഈ റെസ്പോൺസിബിലിറ്റി എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ അടുത്തൊരു മീറ്റിംഗ് നടത്തിയത് മൾട്ടിലാറ്ററൽ, എല്ലാവിധ കൺട്രികളും കൂടെ ജോയിൻ ചെയ്ത മോൺട്രിയൽ എന്ന് പറയുമ്പോഴത്തേക്കും കാനഡയിൽ ആ മോൺട്രിയലിൽ 87 ഒരു പ്രൊട്ടക്ട് എങ്ങനെയാ ഓസോൺ ലെയർ
നമ്മുടെ എർത്തിന്റെ ഓസോൺ ലെയർ പ്രൊട്ടക്ട് ചെയ്യുക, അതിനെ പറ്റിയുള്ള ഒരു മീറ്റിംഗ് നടത്തുകയും അതിനെ പറ്റിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിസ്കഷൻസ് നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ യുണൈറ്റഡ് നേഷൻസും അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് ഇതിൽ തന്നെയാണ്. കാരണം ഇതിൽ UNO ഒരു ഫ്രെയിംവർക്ക് കൺവെൻഷൻ നടത്തി. ആ കൺവെൻഷന്റെ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള കൺവെൻഷനാണ്. പിന്നെ രണ്ടാമത്തെ കൺവെൻഷൻ എന്ന് പറയുന്നതാണ് കയോട്ടോ പ്രോട്ടോകോൾ. ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്റർനാഷണലി അല്ലെങ്കിൽ ഗ്ലോബലി ലോക നേതാക്കന്മാരും ആ രാജ്യങ്ങളും ഇരുന്ന് ഡിസിഷൻ എടുക്കണം. അല്ലാണ്ട് ഒരാളോ രണ്ടാളോ എടുത്ത കാര്യങ്ങൾ നടക്കില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് ചെയ്താൽ മാത്രമേ പോവുള്ളൂ. ഇനി UNFSSല് എന്താ നോക്കുമ്പോ എൻവയറമെന്റൽ സ്റ്റഡീസിനെ പറ്റി ട്രീറ്റിയാണ്. May 9, 92 ഈ സിഗ്നേച്ചർ ചെയ്യുന്നത് എർത്ത് സമ്മിറ്റിനെ പറ്റി. അത് റിയോ ഡി ജനീറോ 3 തൊട്ട് 14 വരെ ജൂണിൽ നടന്നു. അതിനുശേഷം ഒരു ഫോഴ്സ് ഉണ്ടാക്കി 21 മാർച്ച് 94 ഒരു സഫീഷ്യന്റ് നമ്പർ എല്ലാരും കൂടെ ജോയിൻ ചെയ്ത് റാറ്റിഫൈ ചെയ്തു. ഇതിൽ എന്താ ചെയ്ത, ഗ്രീൻ ഹൗസ് കോൺസെൻട്രേഷൻ കൊണ്ടുവരാനും അതേമാതിരി തന്നെ കൂടുതലായിട്ടുള്ള ക്ലൈമറ്റ് സിസ്റ്റത്തിന് ഇന്റർഫിയൻസ് വരാണ്ടിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് അതിൽ ആ കോൺഫറൻസിൽ എടുത്ത ഒരു കാര്യം. ഇനി അടുത്തതായിട്ട് പറയുന്നത് ലിമിറ്റ്സ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഇൻഡിവിജ്വൽ കൺട്രികൾ ഏതേത് കൺട്രിയാണോ കൂടുതൽ ഗ്യാസ് പുറത്തേക്ക് വിടുന്നതെന്ന് അവർക്ക് കൊടുക്കണം. അത് മാത്രമല്ല അതിനെപ്പറ്റി പരാമർശിക്കുകയും ചെയ്യണം. അങ്ങനെ വരാണ്ടിരിക്കാൻ കോഷൻ ചെയ്യുകയും വേണം എന്നുള്ളതാണ് നമ്മുടെ ഈ UNFCCC കോൺഫറൻസ് നമ്മൾ ചെയ്തത്. ഇതിൽ കൂടെ ഇന്റർനാഷണൽ ട്രീറ്റീസ് ഉണ്ടാക്കുക. ട്രീറ്റി എന്ന് വെച്ചാൽ ധാരണയിൽ ഒപ്പിടുക. ആ ധാരണയിൽ ഒപ്പിട്ട് പ്രോട്ടോകോൾസും എഗ്രിമെന്റ്സും കൊണ്ടുവന്നിട്ട് അത് ഡിസൈഡ് ചെയ്ത് സൈൻ ചെയ്ത് അതിനെ പരിപാലിച്ച് പ്രാക്ടിക്കലായിട്ട് നടത്തിപ്പിക്കണം. അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. സൈൻ ചെയ്തിട്ട് പോയിട്ട് ചെയ്യാണ്ടിരുന്നാൽ പറ്റില്ല. നടത്തിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ കോൺഫറൻസില് UNFCCC കോൺഫറൻസിലെ 196 പാർട്ടികളാണ്, സ്റ്റേറ്റ്സ് ആണ്. അപ്പോ ഇതില് 2019 നടക്കുന്നത്. ഇതില് യൂണിവേഴ്സൽ മെമ്പർഷിപ്പും അല്ലെങ്കിൽ ഇതിൽ കൂടെ വളരെ വിശദമായിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഈ കോൺഫറൻസില് നമ്മൾ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെ വിധത്തിൽ മെഷേഴ്സ് എടുക്കാം, എങ്ങനെയൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോൺഫറൻസിന്റെ ഈ പാർട്ടീസിന്റെ കോൺഫറൻസിലെ സുപ്രീം ആയിട്ട് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് ബോഡി വേണം ഈ കൺവെൻഷൻ നടത്താനും. അതുമാതിരി ലാസ്റ്റ് ആയിട്ട് നടന്നത് 24 കൺവെൻഷൻസ് നടന്നിട്ടുണ്ട്. അത് കറ്റോവീസിലെ പോളണ്ടിൽ നടന്നു ഡിസംബർ 2018. എല്ലാരും ഒരുമിച്ച് ജോയിൻ ചെയ്യണ എല്ലാ കൺട്രി ഹെഡും എല്ലാ കൺട്രികളും ജോയിൻ ചെയ്ത് യൂണിവേഴ്സൽ ആയിട്ട് പോയാൽ മാത്രമേ ഈ പറഞ്ഞ ഉദ്ദേശങ്ങൾ നടക്കുകയുള്ളൂ. ഇനി ഇതില് മൾട്ടിലാറ്ററൽ പ്രോട്ടോകോൾസ് ഉണ്ട്, നോർത്ത് സൗത്ത് എന്നുള്ള ഡിവിഷൻ ഉണ്ട്. അതുകൂടാണ്ട് ബാക്കിയുള്ള നേഷൻസും റഷ്യ, ട്രാൻസിഷൻ, യുക്രൈൻ ഇവരൊക്കെ ഒരുമിച്ച് നിന്നിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു നോൺ അനെക്സ് കൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലും സിഗ്നേച്ചർ ചെയ്ത് നാഷണൽ ലെവലിലും എത്രത്തോളം കുറയ്ക്കാൻ പറ്റുന്നുള്ളതിന്റെ എമിഷൻസ് എത്രത്തോളം കുറയ്ക്കാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ വരും. ഈ കയോട്ടോ പ്രോട്ടോകോളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 97 ഈ പ്രോട്ടോകോൾ സിഗ്നേച്ചർ വന്നത് 98. ഇതില് ഫെബ്രുവരി 16, 2005 ഇഫക്റ്റീവായിട്ട് സിഗ്നേച്ചർ 98 കൊണ്ടുവന്നാൽ കൂടെയും പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് പ്രാബല്യത്തിൽ വരുന്നത് ഫെബ്രുവരി 16, 2005. അത് കഴിഞ്ഞ് ആദ്യത്തെ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് 2012 തീരുകയാണ്. എക്സ്പയർ ആകുമ്പോൾ USA ഓസ്ട്രേലിയയും തിരിച്ച് അതൊന്ന് കൂടെ നിർന്ന് സഹായിക്കാൻ അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ ആ പ്രോട്ടോകോളിലേക്ക് അവര് താല്പര്യപ്പെട്ടില്ല. ബാക്കി 38 കൺട്രികള് ഒരുമിച്ച് നിന്ന് അനെക്സ് 1 എന്നുള്ള ഒരു ഗ്രൂപ്പ് ആക്കുകയും അവര് ആ പ്രോട്ടോകോൾ മാറ്റുകയും ചെയ്തു. ഇതിനുശേഷം ഈ എമിഷൻസ് എത്രത്തോളം ഗ്രീൻ ഹൗസ് എമിഷൻസ് വരുന്നത് 5.2% നിന്ന്
ബേസിക് കൊണ്ടിരുന്ന 2012 5 ആയിരുന്നു. അതിനെ കുറച്ച് കമ്മിറ്റ്മെന്റ് കൊണ്ടുവച്ച് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബാക്കിയുള്ള നോൺ അനക്സ് കൺട്രീസ് എല്ലാവരും കൂടെ ഡെവലപ്പിംഗ് കൺട്രീസും ഒരുമിച്ച് നിന്ന് നോ എമിഷൻസ് ലിമിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ കോപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം ഈ കേട്ടോ പ്രോട്ടോകോളിനെ 3 ഫ്ലെക്സിബിലിറ്റി ആയിട്ട് കൊണ്ടുവന്ന് അതിനെ പാർട്ടീസ് കോപ്പറേഷൻ അസിസ്റ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, ഒരു ഫ്രെയിം വർക്കിന്റെ ഉള്ളിൽ, പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ ഈ ടാർഗറ്റിലേക്ക് എത്തിച്ചേരാനും നമ്മൾ ശ്രമിക്കുകയാണ്. ഇനി എത്ര വിധത്തിലാണ് റിഡക്ഷൻ വരിക, അതാണ് ഈ ഫ്രെയിം വർക്ക് ഞാൻ പറഞ്ഞത് നേരത്തെ. എമിഷൻസ് ട്രേഡിംഗ്, ഇതിലെ 17 പ്രോട്ടോകോളില് അനെക്സ് 1 നേഷൻസിന് ട്രേഡ് എമിഷൻസ് റെഡ്യൂസ്ഡ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, ക്രെഡിറ്റ് അല്ലെങ്കിൽ സെല്ലിംഗ് ക്രെഡിറ്റ്സ് കൊടുക്കുക. പിന്നെ വരുന്നത് ജോയിന്റ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ. അപ്പോ ജോയിന്റ് ആയിട്ടുള്ള 2 നേഷനോ 3 നേഷനോ ഒരുമിച്ച് ചേർന്ന് കൊളാബറേറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്യുക, കാർബൺ എമിഷൻ റെഡ്യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോഴും അതിനാണ് അവിടെ ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. അവിടെ ക്ലീൻ ആയിട്ട് ആർട്ടിക്കിൾ 12 പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് റിഡക്ഷൻ കൊണ്ടുവച്ച് എമിഷൻസ് കൊണ്ടുവച്ച് ഡെവലപ്പിംഗ് കൺട്രി കൊണ്ടുവരണം. അതേമാതിരി തന്നെ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നത് സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻസ് ആണ്. നമ്മളിപ്പോ കാറിന്റെ തന്നെ നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ പൊല്യൂഷൻ ടെസ്റ്റ് വരുന്നുണ്ട്. ഇപ്പൊ എല്ലാ കാറിനും നിർബന്ധമായിട്ട് പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ പറയുന്നത് ഇതുകൊണ്ട് എത്രത്തോളം കാർബൺ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ എന്നുള്ള ഇന്റർവെൻഷൻ സ്കീം കൊണ്ടുവരികയും മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് കൊണ്ടുവന്ന് അവരെ വെച്ച് ഇത് എമിഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ചേഞ്ച് വരാത്ത വിധത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പാരീസ് എഗ്രിമെന്റ് 2021 കോൺഫറൻസ് 21st കോൺഫറൻസ് പാർട്ടീസ് UNFC ലാബ് ആക്വേറ്റിൽ പാരീസിൽ മീറ്റ് ചെയ്തു. അവർ 12 ഡിസംബർ 2015 അവിടെ വെച്ച് മീറ്റ് ചെയ്യും. ഒരു ഫോഴ്സിൽ കൊണ്ടുവരുന്നത് 4 നവംബറിൽ 2016. പിന്നത്തത് വന്നത് മാർച്ച് 19 2019 അടുത്ത മീറ്റിംഗ്. അതിൽ 195 കൺട്രി മെമ്പേഴ്സ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരും പിന്നാലെ ജോയിൻ ചെയ്തു. ഇനി ഇതിന്റെ എയിം എന്താണെന്ന് വെച്ചാൽ ഈ എഗ്രിമെന്റിന്റെ എയിം ടു സ്ട്രെങ്തൻ ചെയ്യുക, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ത്രെട്ടിനെ കുറച്ച് കൊണ്ടുവരിക. ഗ്ലോബലിന്റെ ടെമ്പറേച്ചർ റൈസ് വരാണ്ടിരിക്കുമ്പോൾ ഈ സെൽഷ്യസ് ഡിഗ്രി കൂടി വന്നു കഴിഞ്ഞാൽ അത് നാളെ പ്രശ്നങ്ങൾ കൂടുതലാവും. അപ്പൊ അതൊന്ന് കുറച്ച് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ എഗ്രിമെന്റ് സ്ട്രെങ്തൻ ചെയ്തതും അത് തന്നെയാണ്. UNFC കൂടുതലായിട്ട് ഈ നാഷണൽ ഫ്ലോസ് ടെക്നോളജി ഇതൊക്കെ കപ്പാസിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിനും ഏറ്റവും കൂടുതലായിട്ട് ഉപകാരപ്പെടും. ഇനി ഇന്റർനാഷണൽ സ്റ്റേജിൽ വരുമ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗ് നടത്തി ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി G20 ഈ പ്രീവിയസ് മീറ്റിംഗ് നടത്തിയിരുന്നു. അതില് വേൾഡ് എക്കണോമിക്സ് ഫോറം അതിന്റെ എൻവയറമെന്റൽ ആയിട്ടുള്ള റിസോഴ്സസ് എക്സ്ട്രാക്ഷൻ എത്രത്തോളം കുറയ്ക്കാം, അല്ലെങ്കിൽ ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി എങ്ങനെ ചെയ്യാം, നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ്, ക്ലൈമറ്റ് ചേഞ്ച്, ഇതൊക്കെ തന്നെയാണ് പിന്നെയും നമ്മൾ സംസാരിക്കുന്നത്. അതുമാതിരി ചൈന US ക്ലൈമറ്റ് എഗ്രിമെന്റ് അനൗൺസ് ചെയ്തത് നവംബർ 2014. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് ഉണ്ട്. അപ്പൊ അവിടെ വരുന്നത് ഗ്ലോബൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സസ്റ്റൈനബിൾ, ചൈനയുടെ പൊസിഷൻ വേൾഡിൽ ടോപ്പാണ്. അപ്പൊ ഗ്ലോബൽ ലീഡർ ആകുമ്പോൾ ഫൈറ്റിംഗ് അഗേൻസ്റ്റ് എന്താ പറയാ, നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്ലോബൽ ചേഞ്ചിനെയും പൊല്യൂഷനെയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ചൈന ഷട്ട് ഡൗൺ ചെയ്തു 2017 കുറെ ഫാക്ടറികൾ അവർ ഷട്ട് ഡൗൺ ചെയ്തു എങ്കിൽ കൂടിയും അതിന്റെ സ്ട്രെങ്ത് അത്രയും ശരിയായിട്ടില്ല. UK അതേസമയം യുണൈറ്റഡ് കിങ്ഡം ഒരു 1 planet 1 economy എന്നുള്ള ഒരു പ്ലാനിങ് കൊണ്ടുവരികയും അതിൽ കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവന്നത്, സസ്റ്റൈനബിൾ നടത്തിക്കൊണ്ട് പോകാവുന്നത് എന്നർത്ഥം. പിന്നെ സ്വീഡൻ ഒരു ഇതിന്റെ പാർട്ടായിട്ട് പ്ലഡ് ചെയ്ത് കയറുകയും ചെയ്തു. ഓയിൽ ഫ്രീ നേഷൻ എന്നുള്ള ലെവലിൽ 2020 ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് കണ്ടുപിടിക്കാനും സ്വീഡൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും നോക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ ആന്റി ഗ്ലോബലൈസേഷൻ, US
അമേരിക്കയുടെ ആന്റി ഗ്ലോബലൈസേഷൻ നിന്ന് അവർ മാറി നിന്നപ്പോഴത്തേക്കും അത് ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്താണ്. അങ്ങേര് US ആർമി മുഴുവനും ഈ പാരീസ് അഗ്രിമെന്റിൽ നിന്ന് മാറി നിന്നു, ആന്റി ഗ്ലോബലൈസേഷൻ ക്യാമ്പയിനിലേക്ക് നിന്നു. പക്ഷെ എന്നിരുന്നാലും അമേരിക്കയുടെ ഫസ്റ്റ് എനർജി പ്ലാൻ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ സമയത്തിൽ പ്രിഫറൻസ് കൊടുത്തതും പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കമ്പനികൾക്കും ഫോസിൽ യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് അവർ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തത്. ഇനി ഏറ്റവും വലിയ കാരണം എന്താ, ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1972 UN കോൺഫറൻസിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന മീറ്റിംഗിൽ പറഞ്ഞത്, നമ്മൾക്കിപ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ദാരിദ്ര്യമാണ്. അപ്പൊ ദാരിദ്ര്യത്തിനെ മാറ്റണം, അല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാനുള്ള ദാരിദ്ര്യം മാറ്റി അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം കൊടുക്കാനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് എൻവയറമെന്റിനെക്കാളും എന്ന് ഇന്ദിരാഗാന്ധി അവിടെ എടുത്തു പറയുകയുണ്ടായി. ഇനി നോർത്ത് സൗത്ത് ഡിവിഷൻ എന്താ നോക്കുകയാണെങ്കിൽ, ഈ നോർത്ത് സൗത്ത് ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കൺട്രികളും, അതായത് വലിയ രാജ്യങ്ങൾ, ഡെവലപ്പായ രാജ്യങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു നോർത്തും, പുവറായിട്ട് അല്ലെങ്കിൽ ദരിദ്രമായ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രികളെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് ഒരു സൗത്ത്. അതാണ് നമ്മൾ സൗത്ത് ഏഷ്യ അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ സൗത്ത് പ്രോവിൻസസിലെ ഈ എൻവയറമെന്റൽ കൺസേൺ കൂടുതലാണ്. കാരണം ഇവിടെ നമ്മൾ പ്രോഗ്രസ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഡെവലപ്പ് ആയിട്ടില്ല. അപ്പൊ ഇതിനെ ഗ്ലോബൽ ക്യാരക്ടറിൽ നോക്കുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്, ഓസോൺ ഡിപ്ലീഷൻ, ബയോഡൈവേഴ്സിറ്റി, ഇന്ത്യയും എൻവയറമെന്റും തമ്മിലുള്ള ബന്ധങ്ങൾ വരുമ്പോൾ ഇന്ത്യ 12 മെഗാ ബയോഡൈവേഴ്സിറ്റി ഉള്ള കൺട്രിയാണ്. ഇവിടെ 70% ജിയോഗ്രാഫിക്കലായിട്ട് ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഉണ്ട്, സർവെയിൽ ഗാർഡൻസ് ഉണ്ട്, ജിയോളജിക്കൽ ഗാർഡൻസ് ഉണ്ട്. വളരെ മാക്സിമം നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇനി മേജർ എൻവയറമെന്റൽ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ പൊല്യൂഷൻസ് ഒക്കെ തന്നെയാണ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ചാലഞ്ചസ് ഇന്ത്യയുടെ സംബന്ധത്തിൽ നോക്കുമ്പോൾ ഇത്രയും ചാലഞ്ചസ് വരുന്നുണ്ട്. ഡൊമസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, ഇവിടെ ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ട്, ചൈനയെ കൂടുതലായിട്ട് വരുന്നു. ഇനി എൻവയറമെന്റ് പ്രോബ്ലംസിന് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റും ഇൻഡിവിജ്വൽസും ഒപ്പം കൊണ്ടുപോയാൽ മാത്രമേ പോവുള്ളൂ. അതേമാതിരി ഈ ചാപ്റ്ററോടുകൂടി, ഈ സ്ലൈഡോടുകൂടി ചാപ്റ്റർ 14 തീരുകയാണ്. ഇത് നമ്മൾ ഇക്കണോമിക് ആയിട്ട് 15 വരുന്നു. ഈ മിക്സഡ് എക്കോണമിയാണ്, ഇന്ത്യയെ സംബന്ധിച്ചോളം മിക്സഡ് എക്കോണമിയാണ്. അപ്പൊ മിക്സഡ് എക്കോണമിയിൽ നമ്മൾ വേൾഡിൽ തന്നെ ഫാസ്റ്റ് ഗ്രോയിങ് മേജർ എക്കോണമി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ മാർക്കറ്റ്സ് നമ്മൾ കവർ ചെയ്യാൻ നോക്കുന്നു, ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, എൻകറേജ് നമ്മുടെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കൊണ്ടിരിക്കാനും അതിൽ ഇന്ത്യൻ ആൾക്കാർക്ക് ജോബ് കിട്ടാനുള്ള എക്കണോമിക്കലി നമ്മൾ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ സെക്ഷൻ ടൈമില് അങ്ങനെ എത്രത്തോളം എക്കോണമീനെ ഇൻക്രീസ് ചെയ്യിക്കാനും എംപ്ലോയ്മെന്റ്, ആൾക്കാർക്ക് ജോലി കൂടുതൽ കിട്ടാനുള്ള ഒരു വെഹിക്കിളാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഇനി ഈ റീസെന്റ് കാലഘട്ടത്തിൽ നോക്കുമ്പോൾ പോളിസികളൊക്കെ ഉണർന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇന്റർനാഷണൽ ട്രേഡ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട് കൂടുതലായിട്ടുണ്ട്. അതേമാതിരി തന്നെ പ്രോസ്പെക്ട്സ് വേൾഡിന്റെ സെക്കൻഡ് പോപ്പുലസ് കൺട്രി ആയെങ്കിൽ കൂടിയും ഇപ്പോഴും നമ്മൾ 1.3 മില്യൺ ആണ് ഇവിടെയുള്ള ആൾക്കാർ. അപ്പൊ ഈ സ്റ്റെബിലിറ്റി, ഇക്കണോമിക് സ്റ്റെബിലിറ്റിയും ഇക്കണോമിക് ഗ്രോത്തും നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരണം. ഇനി ലിബറലൈസേഷൻ കൊടുത്തു 91 ലിബറലൈസേഷൻ കൊടുത്തപ്പോഴത്തേക്കും നമ്മൾ അവർക്ക് ഇക്കണോമിക്കലി ട്രേഡ് ബിസിനസ് നടത്താനുള്ള ഒരു ലിബറൽ ബിസിനസ് നടത്തിക്കോട്ടെ എന്നുള്ള ഒരു കാര്യം ചെയ്യും. നമ്മളുടെ ട്രേഡിനെ ഇംപ്രൂവ്മെന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അത്. മെഷേഴ്സ്, ഏതൊക്കെ മെഷേഴ്സ് ആണ് അഡോപ്റ്റ് ചെയ്തത്? ഈ ലിബറലൈസേഷനിലെ മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത് മുഴുവനും ഡ്യൂട്ടി എക്സംഷൻ കൊടുക്കുക, പ്രോസസിങ് സോൺസ് ഉണ്ടാക്കുക, ഇക്കണോമിക് സോൺസ് ഉണ്ടാക്കുക, ക്യാപിറ്റൽ ഗുഡ്സിന് സ്കീം ഉണ്ടാക്കുക, ട്രേഡിംഗ് ഹൗസസ് ഉണ്ടാക്കുക, സ്റ്റാർ ട്രേഡിംഗ് ഹൗസസ് ഉണ്ടാക്കുക, ഇപ്പൊ ലിബറൈസ് ഗോൾഡ് ഇമ്പോർട്ട്സിന്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ്, എക്സ്ചേഞ്ച് റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇതിങ്ങനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എത്രത്തോളം ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ എക്കോണമിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ. ഇന്ത്യ ആൻഡ് WTO വേൾഡ് ട്രേഡ് ആണ്, അല്ലെങ്കിൽ ഈ ഗാറ്റില്
നമ്മൾ ഉറുഗ്വേയിൽ നടന്ന മീറ്റിങ്ങിലും ഇത് ഒരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുകയും ജനീവയിൽ 1948 ഫ്രീ ട്രേഡ് എൻകറേജ്മെന്റ് കൊണ്ടുവരുന്നു. 95 ഗാറ്റ് റീപ്ലേസ് ചെയ്യുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതുവഴി ഇന്റർനാഷണൽ ട്രേഡിനെ ഇൻക്രീസ് ചെയ്യുന്നു. ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും മൾട്ടി ട്രേഡിങ്ങും കൊണ്ടുവരുന്ന ഇന്ത്യ ഫൗണ്ടിങ് മെമ്പറാണ് ഗാറ്റിലും WTOയിലും. അപ്പൊ ഇങ്ങനെ നമ്മൾ പോളിസികൾ വഴി നമ്മളുടെ എക്കോണമിയും കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇതില് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജിനെ പറ്റി പറയാം. ഇൻക്രീസ്, നമ്മളുടെ ഫോറിൻ ട്രേഡ് ഇൻക്രീസ് ആവും, അഗ്രികൾച്ചർ എക്സ്പോർട്ട് കൂടുതലാവും, ഫോറിൻ നിന്നുള്ള പണം ഇന്ത്യയിലേക്ക് കൂടുതൽ വരും, ഇൻവെസ്റ്റ്മെന്റ്സും കൂടുതൽ വരും. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് കുറയും, ഡൊമസ്റ്റിക് പ്രൈസസും കുറയും, ഇമ്പാക്ട് എംപ്ലോയ്മെന്റിലുള്ള പ്രശ്നങ്ങൾ വരും, ഡിക്ലൈൻ ഗ്രൂപ്പ്സിൽ ബാക്കിയുള്ള ഇതിലും ഇതിനെ പറ്റി എഫക്റ്റ് ആവും. ഇനി ഇന്ത്യ ഏഷ്യൻ കൺട്രികൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രികളായിട്ടുള്ള കണക്ഷൻസ് നടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഈ ലിബറലൈസേഷൻ കാരണം അവരുടെ എക്കോണമി സ്പേസും ലുക്ക് ഈസ്റ്റ് പോളിസി, ഇത് പ്രീവിയസ് ലെസണിൽ ഞാൻ പറഞ്ഞു, ലുക്ക് ഈസ്റ്റ് പോളിസി നമ്മൾ എങ്ങനെ പൊക്കിക്കൊണ്ടുവന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ മീറ്റിങ്ങിലും ഇതേമാതിരി തന്നെ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പോളിസികളും കൊണ്ടുവന്നു. ഇനി റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് നോക്കുമ്പോൾ ഇന്ത്യ, USA, ജപ്പാൻ ഇതൊക്കെ ഒരു മെക്കാനിസം കൊണ്ടുവന്ന് നമ്മൾ കൊണ്ടിരിക്കുന്നത് മുഴുവനും റീസെന്റ് ആയിട്ട് ചൈനയുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചൈനയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ 4 കൺട്രികൾ വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. ഏഷ്യൻ സെൻട്രൽ ലെവലിലും റീജിയണൽ ലെവലിലും 10 നേഷൻ ആണ് ഇതിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതിൽ ഇന്ത്യയും ഒന്നാണ്. ഇനി ഇന്ത്യയും G20 1999 ഇതിന്റെ പോളിസിയെ ഡിസ്കഷൻ ചെയ്യുന്നത് മുഴുവൻ ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നമ്മൾ എത്രത്തോളം ഇംപ്രൂവ് ആയി, അത് കൂടാണ്ട് ബ്രിട്ടൻ വുഡ് സിസ്റ്റം, അത് കൂടെ IMF മോണിറ്ററി ഫണ്ട് വന്നു, ഇന്റർനാഷണൽ ബാങ്ക് വഴി റീകൺസ്ട്രക്ഷൻ എത്ര കൊണ്ടുവച്ചു, എത്രത്തോളം ഇംപ്രൂവ്മെന്റ് കൊണ്ടുവച്ചു, WTO കൊണ്ടുവന്നു, G2 മെമ്പർഷിപ്പ് വഴി ലാർജസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്കോണമിയിലായിട്ട് മാറുന്നു. 3ാമത്തെ വേൾഡിലേക്ക് നമ്മൾ 85% കൊണ്ടുവരുന്നു. ഈ G20 കൺട്രികളെല്ലാവരും, അത് ആരൊക്കെയാന്ന് വെച്ചാൽ മെമ്പേഴ്സ് അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, മെക്സിക്കോ, റഷ്യ, സൗദി അറേബ്യ, ഇതൊക്കെ ഈ യൂറോപ്യൻ യൂണിയനെയും കൂടെ കൊണ്ടുവരുന്നത് ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പോ ഇത് നമ്മളുടെ ഇന്ത്യയുടെ ഷർപ്പ G20 പ്രഭുവാണ്. അങ്ങേരെ പോയിട്ട് അവിടെ പോയിട്ട് പറയുന്ന ഒരു വേർഡിങ്സ് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതില് ഈ ഒസാക്ക ജപ്പാനിൽ നടന്ന മീറ്റിംഗിലാണ് എക്കണോമിക് ടാക്സ് എവിഷനെ പറ്റിയും എക്കണോമിക് ഒഫൻസസിനെ പറ്റിയും പുള്ളി പറഞ്ഞിട്ടുണ്ട്. പ്രഭു പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, സ്ട്രോങ് ആയിട്ട് ഇന്ത്യ വിശ്വസിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് സാധാരണമാണ്, പക്ഷെ അതിനെ ത്രെറ്റ് ആയിട്ട് മാറ്റാണ്ട് അതിനെ ക്ലീൻ ആയിട്ട് ഒരു ഫോക്കസ് ക്ലീൻ ആയിട്ടുള്ള ജനറേഷനിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അങ്ങയുടെ അഭിപ്രായം. ഇന്ത്യയുടെ എഫേർട്ട് G2 ഇന്ത്യയിൽ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതിന്റെ പരിണാമമായിട്ട് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് എക്സ്ചേഞ്ചിൽ കൊണ്ടുവച്ചു, ഗുഡ് വർക്ക് ലേബർ ഗ്രൂപ്പ് കൊണ്ടുവച്ചു, വർക്കേഴ്സിന് സെക്യൂരിറ്റി കൊടുത്തു, ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ കൊടുത്തു, കൂടുതലായിട്ട് സ്റ്റാർട്ടപ്പിന് സപ്പോർട്ട് ചെയ്തു, പ്രൊമോട്ട് എല്ലാവിധമായിട്ടുള്ള പുതിയതൊക്കെ പ്രൊമോഷൻ ചെയ്ത് കൊണ്ടുവരുന്നു. ട്രേഡ് റിലേഷൻസ് എല്ലാ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സൗത്ത് ഏഷ്യയും അമേരിക്കയുമായിട്ടുള്ള റിലേഷൻഷിപ്പും നമ്മൾ ഇംപ്രൂവ് ചെയ്യിച്ചു. നമ്മളുടെ ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് അമേരിക്കയായിട്ടും കൂടുതൽ കൊണ്ടുവച്ചു. അപ്പൊ വേൾഡ് ബാങ്കിന്റെ സപ്പോർട്ടോടുകൂടി ബാക്കിയുള്ള കൺട്രികളും കൊണ്ടുവച്ചു. അപ്പൊ ഇങ്ങനെ ഈ വിധത്തിൽ ഇന്ത്യ, പാകിസ്ഥാനും ബംഗ്ലാദേശ് എല്ലാ കൺട്രികളിലെയും കൂട്ടിക്കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രേഡ് കോമേഴ്സിലും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവച്ചു, സർപ്ലസ് ആയിട്ടുള്ള പ്രൊമോഷൻ എക്സ്പോർട്സും കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫോറിൻ പോളിസിയും നമ്മളുടെ ഇന്ത്യയായിട്ടുള്ള പോളിസിയോടുകൂടി ഈ ചാപ്റ്റർ തീരുകയാണ്. നന്ദി, നമസ്കാരം.